ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് NIOS SSLC ബിസിനസ് സ്റ്റഡീസിൻ്റെ ചാപ്റ്റർ 1 തൊട്ട് ചാപ്റ്റർ 20 വരെ ഈ ചാപ്റ്ററുകളിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷനുമാണ് ഇത് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് പോകണം, കാരണം നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഡെഫിനറ്റായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്റർ 1 തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ചാപ്റ്റർ 1 എന്തുവാണ്? വ്യാപാരത്തിൻ്റെ സ്വഭാവവും വ്യാപ്തിയും. അപ്പോൾ അതിനകത്ത് നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള 2 കാര്യങ്ങളാണ് ഈ സാമ്പത്തിക പ്രവർത്തനവും സാമ്പത്തികേതര പ്രവർത്തനവും തമ്മിലുള്ള ഡിഫറൻസ്. ഏതെങ്കിലും ഒരു പ്രവർത്തനം അവർ തരും, എന്നിട്ട് പറയും ഇത് സാമ്പത്തിക പ്രവർത്തനമാണോ സാമ്പത്തികേതര പ്രവർത്തനമാണോ നിങ്ങൾ കണ്ടുപിടിക്കാൻ പറയും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുജോലി ചെയ്യുന്ന ഒരു അമ്മ, ഓക്കെ, അത് ഏത് പ്രവർത്തനമാണ്? സാമ്പത്തികേതര പ്രവർത്തനമാണ്, കാരണം അവരൊരിക്കലും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. മാത്രമല്ല ബിസിനസ് എന്ന് പറയുന്നത് സാമ്പത്തിക പ്രവർത്തനമാണ്, കാരണം എന്താണ്, നമുക്ക് പൈസ കിട്ടുന്നു. അപ്പം സാമ്പത്തിക പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമുക്ക് കാശ് കിട്ടുന്ന പ്രവർത്തനത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു? സാമ്പത്തിക പ്രവർത്തനമൊന്നും. സാമ്പത്തികേതര പ്രവർത്തനമെന്ന് വെച്ചാൽ എന്താ, നമുക്ക് ക്യാഷ് ഒന്നും കിട്ടത്തില്ല, നമ്മുടെ സംതൃപ്തി, നമ്മുടെ സമാധാനം, സന്തോഷം, അതൊക്കെയാണ്. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇങ്ങനെ രീതിയിൽ എക്സാമ്പിൾസ് വന്നിട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള 1 വേർഡ് ചോദ്യം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ബിസിനസ്സിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്. ബിസിനസ്സിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? 6 മാർക്കിന് കുറേ തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം എന്താണ് ബിസിനസ്സിൻ്റെ സാമൂഹിക ലക്ഷ്യങ്ങളെന്ന് ചോദിച്ചാൽ, ഒന്ന് നമുക്കറിയാം, എന്ത്? പരിസ്ഥിതി സംരക്ഷണം. ഒരു ബിസിനസ് സ്ഥാപനം അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റും കൂടി കുറച്ച് സംരക്ഷണം, അതായത് നമ്മൾ പ്ലാസ്റ്റിക്കോ ആ ഫാക്ടറിയിൽ നിന്നുള്ള പുകയൊന്നും പുറത്തു പോയി അവിടെ പ്രശ്നമൊന്നും ചെയ്യാത്ത രീതിയിലുള്ള പരിസ്ഥിതി സംരക്ഷണം അവർ മെയിനായിട്ട് ഫോക്കസിങ്. 2, ആ ഒരു പ്രദേശത്തിലെ ആളുകൾക്ക് നിരവധി തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്. പിന്നെ സമൂഹത്തിൽ നീതി നടപ്പാക്കും, നമ്മുടെ രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. അങ്ങനെ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കും. അങ്ങനെയുള്ള കുറേ പ്രവർത്തനങ്ങളാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബിസിനസ്സിൻ്റെ സാമൂഹിക ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. 6 മാർക്കിന് ഷുവറാണ്, പഠിച്ചു വയ്ക്കുക. ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ആ ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് പ്രധാനമായി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനായിട്ട് തോന്നിയിട്ടുള്ളൂ. പിന്നെ ബിസിനസ്സിന് പല ആളുകൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളുടെ അടുത്തുള്ള കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ആരോ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസാണ് നമ്മുടെ ജനങ്ങളോട്, അത് മാത്രമല്ല ഓണേഴ്സിൻ്റെ അടുത്ത്, അങ്ങനെയുള്ള കുറേ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചായിരുന്നു. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചാൽ നന്നായിരിക്കും. നമുക്കിനി ചാപ്റ്റർ 2ലേക്ക് പോകാം. ചാപ്റ്റർ 2 നമ്മൾ പറഞ്ഞതുപോലെ 1 വേർഡ് ക്വസ്റ്റ്യൻ്റെ സെക്ഷൻ കുറച്ച് കൂടുതലായിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിൽ ഏതൊക്കെ രീതിയിലാണ് ചോദ്യം ചോദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചോദിക്കാം. വിവിധ തര വ്യവസായങ്ങൾ നമുക്കുണ്ട്. ഏതൊക്കെയാണ്? പ്രാഥമിക വ്യവസായം, ദ്വിതീയ വ്യവസായം, തൃതീയ വ്യവസായം. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏതിൽപ്പെട്ട വ്യവസായമാണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് കോഴി വളർത്തൽ, അത് ഏതുതരം വ്യവസായത്തിൽ പെടുന്നതാണ്? ജനിതകമായിട്ടുള്ള വ്യവസായത്തിലാണോ, പ്രകൃതിജന്യ വ്യവസായത്തിലാണോ, അത് മാത്രമല്ല ഉൽപ്പാദന വ്യവസായത്തിലാണോ എന്നൊക്കെ ചോദിക്കുക. അപ്പം ഏത് വ്യവസായത്തിലാണ്? അത് ജനിതക വ്യവസായത്തിലാണ്. അപ്പം ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ഈ 3 തരത്തിലുള്ള വ്യവസായം എന്ന് നോക്കാം. അപ്പം നമുക്കറിയാം, ഈ വ്യവസായം എന്ന് വെച്ചാൽ എന്തോന്നാണ്? ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക, അതിനെ രൂപാന്തരപ്പെടുത്തുക, ജനങ്ങളിലേക്ക് എത്തിക്കുക. അതിനെ നമ്മൾ വ്യവസായം എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ വ്യവസായം ചെയ്യുന്നത്? നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ. ഓക്കെ, ഇനി വിവിധതരം വ്യവസായങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 പ്രാഥമിക വ്യവസായം. ഈ പ്രാഥമിക വ്യവസായം എന്ന് വെച്ചാൽ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളുമാണ്. ഇതിൻ്റെ അകത്ത് വരുന്ന 2 തരത്തിലുള്ള വ്യവസായങ്ങളാണ്. 1 ജനിതക വ്യവസായവും 2 പ്രകൃതിജന്യ വ്യവസായം. ഈ ജനിതക വ്യവസായം എന്ന് വെച്ചാൽ ഈ കോഴി വളർത്തൽ, പുഷ്പകൃഷി, അങ്ങനെയുള്ള ഒന്നിനെയാണ് നമ്മൾ ജനിതക വ്യവസായം എന്ന് പറയുന്നത്. ഇനി പ്രകൃതിജന്യ വ്യവസായം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഖനനം, കാടുകളൊക്കെ വെട്ടി നശിപ്പിച്ച്, അതായത് കാടുകളിൽ നിന്നെല്ലാം ഒന്നുണ്ടാക്കുന്ന സംഭവങ്ങൾ, ഇതൊക്കെയാണ് പ്രകൃതിജന്യ വ്യവസായങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് രണ്ടും എന്താണെന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഇത് നമുക്കുണ്ടായിരിക്കണം, കാരണം ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ ദ്വിതീയ വ്യവസായം എന്ന് വെച്ചാൽ എന്താണ്? പ്രാഥമിക വ്യവസായത്തിലൂടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ദ്വിതീയ വ്യവസായം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ടെക്സ്റ്റൈൽസ്, മില്ല്, ഇതൊക്കെ ദ്വിതീയ വ്യവസായത്തിൽ വരുന്നതാണ്. ഏതൊക്കെയായിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്? 2 തരത്തിലുള്ള വ്യവസായങ്ങളാണ്. ഒന്ന്
ഉൽപ്പാദന വ്യവസായം, നിർമ്മാണ വ്യവസായം. ഉൽപ്പാദനം എന്ന് വെച്ചാൽ എന്താണ്? പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക. നിർമ്മാണം എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ കെട്ടിടങ്ങൾ, പാലങ്ങൾ, റോഡുകളൊക്കെ എന്ത് ചെയ്യുക? നിർമ്മിക്കുക. പിന്നെ വരുന്നത് തൃതീയ വ്യവസായമാണ്. അതിലാണ് നമ്മൾ സർവീസ് സെക്ടർ എന്ന് പറയും. തൃതീയ വ്യവസായത്തിൽ നമ്മൾ എന്തെന്ന് പറയും? സർവീസ് സെക്ടർ. എന്തൊക്കെയായിരിക്കും അതിനകത്ത് വരുന്നത്? സർവീസ് എന്ന് പറയുമ്പോൾ അറിയാം, ബാങ്കിങ് വരാം, ഇൻഷുറൻസ് വരാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും വരാം. ഇതാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഇത് ചിലപ്പം 2 മാർക്കിനോ 3 മാർക്കിനോ എന്താണെന്ന് ചോദിക്കാം. 1 മാർക്കിന് മസ്റ്റായിട്ട് ഏതെങ്കിലും ഒരു വ്യവസായം തന്നിട്ട് ഇത് ഏതിൽപ്പെട്ട് വ്യവസായമാണെന്ന് ചോദിക്കാം. അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. പിന്നെ ഉള്ളൊരു ക്വസ്റ്റ്യനാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ബിസിനസ് ആൻഡ് ഇ ബിസിനസ്. അതായത് പാരമ്പര്യ ബിസിനസ്സും ഇ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? അപ്പോൾ പാരമ്പര്യ ബിസിനസ് എന്ന് വെച്ചാൽ എന്തോന്നാണ്? നമുക്കറിയാം, പരമ്പരാഗതമായിട്ട് ഉള്ളൊരു വ്യവസായമാണ് പാരമ്പര്യ വ്യവസായം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നാട്ടിലുള്ള ഒരു ഷോപ്പ് ഒരു പാരമ്പര്യ വ്യവസായത്തിന് എക്സാമ്പിളാണ്. ഇത് രൂപീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്? നമുക്കൊരു കെട്ടിടം വേണം, പൈസ വേണം, അത് മാത്രമല്ല സ്റ്റോക്കുകൾ കൊണ്ടുവന്ന് സ്ഥാപിക്കണം, അവിടെ ഒരാളെ അതായത് എടുത്തു കൊടുക്കാനൊക്കെ ആയിട്ട് ഒരാളെ നമ്മൾ നിയമിക്കത്തില്ലേ? അതിനൊക്കെ ഒരുപാട് കാശ് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു വ്യവസായമാണ് പാരമ്പര്യ വ്യവസായം എന്ന് പറയുന്നത്. ഓക്കെ. എന്നാൽ ഈ ബിസിനസ് എന്ന് വെച്ചാൽ എന്താണ്? വളരെ സുഖമാണ്. കാരണം നമ്മൾ ഓൺലൈൻ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഉൽപ്പാദനങ്ങൾ എത്തിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, പർപ്പിൾ, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഈ ബിസിനസ്സിന് എക്സാമ്പിളാണ്. ഇനി പാരമ്പര്യ വ്യവസായം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പ്രദേശത്തായിരിക്കും. അതായത് ഇപ്പം ലുലു മാൾ എവിടെ ആയിരിക്കും ഉള്ളത്? ഇപ്പം എറണാകുളത്തെങ്കിൽ എറണാകുളത്ത്, അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തെങ്കിൽ തിരുവനന്തപുരത്ത്, ഒരൊറ്റ സ്ഥലത്തായിരിക്കും. ആ പ്രദേശത്തുള്ള ആളുകളായിരിക്കും മെയിനായിട്ട് വരുന്നത്. എന്നാൽ ഈ ബിസിനസ് അങ്ങനെയല്ല. ലോകത്തിൽ എവിടെ ഇരിക്കുന്ന ആളുകൾക്ക് മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ എന്താണ്? ഈ ഒരു ഉൽപ്പന്നങ്ങൾ അവരുടെ കയ്യിലേക്ക് എത്തും. പിന്നെ എന്താണ് ഉൽപ്പന്നങ്ങൾക്ക് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള വ്യവസായങ്ങൾക്ക് ഇപ്പോൾ നമ്മളൊരു കടയിൽ സാരി വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഉൽപ്പന്നത്തെ പറ്റി നല്ല രീതിയിൽ നോക്കിയിട്ട് അതിലെന്തെങ്കിലും ഇപ്പം വാങ്ങിക്കുന്ന സാരിയിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റി വാങ്ങിക്കാനൊക്കെ പറ്റുന്ന ഒന്നാണ്. പക്ഷേ ഈ ബിസിനസ് അങ്ങനെയല്ല. നമ്മൾ ഇപ്പം നോക്കി കണ്ടിട്ട് ഇപ്പോൾ ഒരു സാധനം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ എന്താ, നമുക്കിങ്ങനെ അധികം ചിലതിന് മാത്രമേ റിട്ടേൺ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടത്തില്ല. ഇതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. ഇതിൽ കൂടുതൽ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് ആഡ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസും പഠിച്ചു വെച്ചേക്കുക. കാരണം ഇതും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ബിസിനസ്സിൻ്റെ ഗുണങ്ങളും കൂടി ഓർത്ത് വയ്ക്കുക. ഈ ബിസിനസ്സിൻ്റെ ഗുണങ്ങൾ എന്തോന്നാണ്? നമുക്ക് അതായത് ഓൺലൈനായിട്ടുള്ള ബിസിനസ്സിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒരുപാട് കളക്ഷൻസ് കാണാൻ പറ്റും, വില കുറവായിരിക്കും, അതേപോലെ തന്നെ എന്താണ് ഇഷ്ടപ്പെട്ട സേവനം നമുക്ക് കിട്ടും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത്രയൊന്ന് ഓർത്ത് വയ്ക്കുക. അത് മാത്രമല്ല, അതിനകത്ത് നിന്ന് വേറെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് വിവിധ തരം ഇ കൊമേഴ്സുകൾ. B2B എന്ന് വെച്ചാൽ ബിസിനസ് ടു ബിസിനസ്, അതായത് 2 ബിസിനസ് സ്ഥാപനങ്ങൾക്കിടയിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ കൊമേഴ്സ്. പിന്നെ വരും B2C, അതായത് ബിസിനസ് കൺസ്യൂമേഴ്സ്, അതായത് കൺസ്യൂമേഴ്സ് തമ്മിലുള്ള ഒരു ഇടപാട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ബിസിനസ്സുകാർ നേരിട്ട് കൺസ്യൂമേഴ്സിന് അവരുടെ പ്രോഡക്റ്റ് കൊടുക്കുന്നുണ്ട്, അവർ തിരിച്ചും വാങ്ങിക്കുന്നുള്ളൂ, അത്. പിന്നെ B2C, കൺസ്യൂമർ ടു കൺസ്യൂമേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് കച്ചവടങ്ങൾ അവർക്കിടയിൽ തന്നെ നടത്തുന്നുണ്ട്. ഓക്കെ, ഇതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇനി നമുക്ക് അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്റർ 3 ഏകാംഗ വ്യാപാരവും ഹിന്ദു കുടുംബവും. ഇതിനകത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, സോൾ പ്രൊപ്പറേഷൻഷിപ്പ് എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് പഠിക്കേണ്ടതാണ്. അപ്പം സോൾ പ്രൊപ്പറേഷൻഷിപ്പ് എന്ന് വെച്ചാൽ എന്തോന്നാണ്? അതായത് ഒരൊറ്റ വ്യക്തി അയാൾ നടത്തുന്ന സ്ഥാപനത്തെയാണ് നമ്മളെന്ന് പറയുന്നത് സോൾ പ്രൊപ്പറേഷൻഷിപ്പ് അല്ലെങ്കിൽ ഏകാംഗ വ്യാപാരം എന്ന് പറയുന്നത്. അപ്പം അയാളുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ടായിരിക്കും അയാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സിംഗിൾ ആയിട്ടുള്ളൊരു ഓണർഷിപ്പ് ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ എളുപ്പത്തിൽ രൂപീകരിക്കാനായിട്ട് പറ്റും. നമുക്ക് ലാഭമൊന്നും ഷെയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അയാളുടെ കയ്യിലുള്ള പൈസയ്ക്കായിരിക്കും അയാൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് സോൾ പ്രൊപ്പറേഷൻഷിപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്ന ബിസിനസ്സിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ആക്ട് എന്താണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതായത് പാർട്ട്ണർഷിപ്പ് ആക്ട് എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പാർട്ട്ണർഷിപ്പ് ആക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണ്? അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ 1932 വന്നിട്ടുള്ള ഒരു ആക്റ്റാണ്. 2 അതിലധികമോ വ്യക്തികൾ തമ്മിൽ എന്താണ് ലാഭത്തിന് വേണ്ടിയിട്ട് രൂപീകരിക്കുന്ന ഒന്നാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് ആക്ടിനകത്ത് മെയിനായിട്ട് പറയുന്നത്. പിന്നെയെന്ന് പറയുമ്പോൾ എന്താണ് ഈ പാർട്ട്ണർഷിപ്പിൻ്റെ ലയബിലിറ്റി, അതായത് ലയബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ബാധ്യത എങ്ങനെയായിരിക്കുമെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കുക.
പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ എന്ന് വെച്ചാൽ എന്താണ് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, കർത്തയുടെ ലൈബിലിറ്റി എങ്ങനെയാണ്. അപ്പം ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് വെച്ചാൽ ഹിന്ദു കുടുംബത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന ബിസിനസ്സാണ്. ഇതിൽ ഏറ്റവും എൽഡർ ആയിട്ടുള്ള ആളെ നമ്മൾ കർത്ത എന്നാണ് പറയുന്നത്. കർത്തയ്ക്ക് അൺലിമിറ്റഡ് ലൈബിലിറ്റി, അതായത് ഏറ്റവും കൂടുതൽ ബാധ്യത അദ്ദേഹത്തിനായിരിക്കും. ബാക്കിയുള്ള മെമ്പേഴ്സിനെ കോ പാർട്ട്നേഴ്സ് എന്നാണ് പറയുന്നത്. അവരുടെ ലൈബിലിറ്റി വളരെ കുറവായിരിക്കും. മനസ്സിലായോ? കർത്തയായിരിക്കും ആ ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക ഒക്കെ ചെയ്യുന്നത് കർത്തയായിരിക്കും. അതിൻ്റെ ഫീച്ചേഴ്സും എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവരെ ഫാമിലി ബിസിനസ് ആയതുകൊണ്ട് അതായത് ഒരു 18 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കും കൂടി എന്താണ് കൂടുതൽ പ്രാധാന്യം ഇവിടെ കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ രഹസ്യങ്ങളൊന്നും പുറത്തു പോകത്തില്ല. അത് മാത്രമല്ല എന്താണ് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ പാർട്ട്ണർഷിപ്പിലല്ല ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിൻ്റെ അകത്ത് വരുന്നുണ്ട്. ലിമിറ്റേഷൻസ് എന്ന് വെച്ചാൽ ഇവർക്കിടയിൽ കലഹങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല ഈ ഒരു കുടുംബത്തിനകത്ത് നിന്ന് മാത്രമുള്ളൊരു ബിസിനസ്സാണ്, പുറത്തോട്ടൊന്നും പോകുന്നില്ല, പുറത്തൊരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ നേടുന്നില്ല. അപ്പം അതിൻ്റേതായിട്ടുള്ളത് ടെക്നോളജിയുടെ പരമായിട്ടുള്ള ഒരു അപര്യാപ്തത, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ഇതൊക്കെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാപ്റ്റേഴ്സിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അടുത്ത നമുക്ക് ചാപ്റ്റർ 4 പോവാം. സഹകരണ സംഘവും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ഇതിനകത്ത് വരുന്നത് എന്താണ് സഹകരണ സംഘം എന്നിങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സഹകരണ സംഘം എന്താണ് എന്നുള്ളത് 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, സഹകരണ സംഘം എന്താണെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ അടുത്ത ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ കുറേ ഹ്യൂജ് ആയിട്ടുള്ള പ്രോഫിറ്റോട് കൂടി അല്ലെങ്കിൽ ഹ്യൂജ് പ്രോഫിറ്റ് വേണമെന്ന് കരുതിയിട്ട് ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് ബിസിനസ്മാൻസ് ചേർന്ന് രൂപം കൊള്ളുന്ന ഒന്നാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ എന്താണ്, ഹ്യൂജ് പ്രോഫിറ്റ് അവർക്ക് കിട്ടും, ഹ്യൂജ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഇവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അങ്ങനെ എന്താണ് ബിസിനസ് സീക്രറ്റ്സുകൾ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല എന്താണ്, നമ്മൾ എത്രത്തോളമാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും നമ്മുടെ ലയബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളുടെ പ്രത്യേകതയായിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത്. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരിതാണ് പബ്ലിക് കമ്പനി എന്തോന്നാണ്, പ്രൈവറ്റ് കമ്പനി എന്തോന്നാണ്, എത്ര അംഗങ്ങളാണ് പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനിക്ക് അകത്ത് വരുന്നത്. ഓക്കെ, അതൊന്ന് പഠിച്ചു വെച്ചേക്കാൻ, നമ്പേഴ്സ് പഠിച്ചു വെച്ചേക്കാൻ. അതായത് ഇപ്പം പബ്ലിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ എത്ര ആളുകൾ വേണം, പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ എത്ര ആളുകൾ വേണം, മിനിമം എത്ര ആളുകൾ വേണം, മാക്സിമം എത്ര, അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ 6 മാർക്കിന് ഷുവർ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് എന്താണ് മൾട്ടിനാഷണൽ കമ്പനി, അതിൻ്റെ അഡ്വാൻറ്റേജ്. മൾട്ടിനാഷണൽ കമ്പനി എന്ന് വെച്ചാൽ എന്തോ ആണ്, ഒരു രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ച് ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് എന്താണ് വ്യാപിപ്പിക്കുന്ന കമ്പനികളെ നമ്മൾ മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറയുന്നുണ്ട്. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, ഒരുപാട് രാജ്യങ്ങളിലേക്ക് നമുക്ക് വ്യാപിക്കാൻ പറ്റുന്നുണ്ട്, നമ്മുടെ രാജ്യത്തിലെ അതായത് GDP ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്, ടെക്നോളജി അഡ്വാൻസ് നമുക്ക് നേടാനായിട്ട് പറ്റുന്നുണ്ട്, ഒരുപാട് പ്രോഡക്റ്റ് ഇറക്കാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഇത്രയേ ഉള്ളൂ 4ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു ചാപ്റ്ററിലേക്ക് പോവാം. ഇനിയുള്ള ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ചാപ്റ്റർ 9 ബാങ്കിങ് സേവനങ്ങൾ. അതിനകത്ത് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇതാണ്, മണി ലെൻഡേഴ്സും ബാങ്കും തമ്മിലുള്ള ഡിഫറൻസ്. 4 മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പം മണി ലെൻഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം കടം കൊടുക്കുന്ന ആളുകളാണ്. അപ്പം ഇവർ ലാഭം ഉണ്ടാക്കാനായിട്ട് പൊതുജനങ്ങൾക്ക് തങ്ങളുടെ കയ്യിലുള്ള പൈസ കടം കൊടുക്കുന്നു, എന്നിട്ട് ഹൈ ഇൻട്രസ്റ്റിൽ എന്ത് ചെയ്യുന്നു, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു. ഇവർ രജിസ്ട്രേഷൻ ഒന്നും ചെയ്തിട്ടില്ല, യാതൊരു തരത്തിലെ രജിസ്ട്രേഷൻസ് ഒന്നും ഇല്ലാതെ നടത്തുന്ന ഒന്നാണ് ഈ മണി ലെൻഡിങ് എന്ന് പറയുന്നത്. എന്നാൽ ബാങ്ക് അങ്ങനെയല്ല, ജനങ്ങളുടെ സേവനം അല്ലെങ്കിൽ ജനങ്ങൾക്ക് സേവനം നൽകുക, അവരുടെ സേവിങ്സ് ഇംപ്രൂവ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ബാങ്ക്. നിശ്ചിതമായിട്ടുള്ള പലിശയാണ് ഇവരുടെ ജനങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നത്. RBIയിൽ നിന്നും രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് ബാങ്ക് എന്ന് പറയുന്നത്. ഇതാണ് പ്രധാനമായിട്ടുള്ള ഡിഫറൻസ്. ബാക്കിയും കൂടെ നിങ്ങൾ കൈ നിട്ട് എഴുതാനായിട്ട് നോക്കാം. പിന്നെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്. അപ്പോൾ എന്തെല്ലാം ഫങ്ഷൻസ് ആണ് കൊമേഴ്ഷ്യൽ ബാങ്കിനുള്ളതെന്ന് വെച്ചാൽ ലോൺ കൊടുക്കുക, ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കുക, അതുമാത്രമല്ല അതായത് വായ്പ കൊടുക്കുക, നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. ഈ 2 കാര്യമാണ് പ്രധാനമായിട്ടും ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. മനസ്സിലായ, ആളുകളുടെ സേവിങ് മനോഭാവത്തെ കൂട്ടുക, ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ലോൺ കൊടുക്കുക, ഇതൊക്കെയാണ്. ഇതിനൊന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതാനായിട്ട് നോക്കുക. പിന്നെ വിവിധതരം ബാങ്കുകൾ, കേന്ദ്ര ബാങ്ക്, വികസന ബാങ്ക്, പ്രത്യേക ബാങ്ക്, ഇതൊക്കെ എന്താണെന്ന് ഓർത്തു വെച്ചാൽ നന്നായിരിക്കും. അടുത്തുള്ളൊരു ചാപ്റ്ററാണ് ചാപ്റ്റർ 10 എന്ന് പറയുന്നത്. എന്താണ്
ഇൻഷുറൻസ് സേവനങ്ങൾ. ഇതിനകത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലൈഫ് ഇൻഷുറൻസും അതേപോലെ തന്നെ ഫയർ ഇൻഷുറൻസും തമ്മിലുള്ള ഡിഫറൻസ്. ലൈഫ് ഇൻഷുറൻസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ജീവന് സംരക്ഷണം നൽകുന്ന ഒരു ഇൻഷുറൻസ് ആണ്. ഫയർ ഇൻഷുറൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രോപ്പർട്ടിക്ക് ഇൻഷുർ ചെയ്യുന്നത്. ആ പ്രോപ്പർട്ടിക്ക് അകത്തുള്ള കാര്യങ്ങളൊക്കെ എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് ഫയർ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. തീപിടുത്തം മൂലം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്താണ്? അതിന് ഫുള്ളായിട്ട് കൊടുക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ് നമ്മുടെ ഫയർ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നമ്മളെ ഡിഫറൻസ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. പിന്നെ ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? അത് ചോദിക്കാൻ ചാൻസ്. ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണിത്? നമുക്ക് എന്താണ് ഇൻഷുററും ഇൻഷുറൻസ് കമ്പനിയും തമ്മിലുള്ള ഒരു ഉത്തമ വിശ്വാസത്തിൻ്റെ പുറത്തുള്ളതാണ്. എന്താണ്? നഷ്ടം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പായിട്ട് പൈസ കൊടുക്കും എന്നുള്ളൊരു ഉത്തരവാദിത്തത്തിലാണ്. അങ്ങനെയുള്ളൊരു സംഭവമാണ് നമ്മുടെ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ച് നഷ്ടം ലഘൂകരിക്കുക, ഇതാണ് പ്രധാനപ്പെട്ടുള്ള ധർമ്മങ്ങൾ. അതിൻ്റെ കുറച്ച് പ്രിൻസിപ്പിൾസൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക, നന്നായിരിക്കും. പിന്നെ ഉള്ളത് ചാപ്റ്റർ 13 മൊത്ത കച്ചവടക്കാരും ചില്ലറ കച്ചവടക്കാരും തമ്മിലുള്ള ഡിഫറൻസ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കച്ചവടക്കാരെ പറ്റിയിട്ട് ചിലപ്പം ഫീച്ചേഴ്സ് എഴുതാനായിട്ട് ചോദിക്കും. ഇപ്പം മൊത്ത കച്ചവടക്കാരെന്ന് വെച്ചാൽ എന്താണ്? ഉൽപ്പാദകരിൽ നിന്നും മുഴുവനും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഉപഭോക്താക്കൾക്ക് വിൽക്കുന്ന ആളുകൾ നമ്മൾ മൊത്ത കച്ചവടക്കാരെന്ന് പറയും. ചില്ലറ കച്ചവടക്കാരെന്ന് വെച്ചാൽ അങ്ങനെയാണോ? അല്ല. മൊത്ത കച്ചവടക്കാരിൽ നിന്ന് കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് എന്ത് ചെയ്യുന്നു? വിൽക്കുന്ന ആളുകൾ നമ്മൾ ചില്ലറ കച്ചവടക്കാരെന്ന് പറയും. ഇവരെ പറ്റിയിട്ട് കുറച്ചധികം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചോദിക്കാൻ മസ്റ്റാണ് ഇതൊക്കെ. ഈ ഏരിയ എന്നല്ലാതെ പിന്നെ വേറെ എവിടെ നിന്നാണ് ചോദിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അടുത്ത് വരുന്ന ചാപ്റ്റർ 15 അഡ്വർടൈസ്മെൻറ്റ്. അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഗുണങ്ങൾ? നമുക്കറിയാം. പുതിയ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദകരിലേക്ക്, അതായത് വിതരണക്കാരിലേക്ക് എത്തിക്കുന്നു. മാത്രമല്ല പുതിയ ടെക്നോളജികൾ എത്തിക്കുന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ വഴി നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് ഒരു അവബോധം തരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ ആ ഒരു ചാപ്റ്ററിനകത്ത്. ഇതിനൊക്കെ നിങ്ങൾക്ക് കൈന്നിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. പക്ഷെ വായിച്ചിട്ട് പോകണം. മിസ്സ് പറഞ്ഞു കൈന്നിട്ട് എഴുതാമെന്നല്ല, വായിച്ചിട്ട് പോകാം. ഇതിലേതെങ്കിലും ചാപ്റ്റർ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 17 ഉപഭോക്താക്കളും അവരുടെ അവകാശം ഉത്തരവാദിത്തം. അപ്പം ഉപഭോക്താക്കളുടെ സംരക്ഷണ നിയമം എന്താണെന്ന് വെച്ചാൽ ഉപഭോക്താക്കളെ തെറ്റായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് നമുക്ക് എന്താണ് സംരക്ഷണം കൊടുക്കുക. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ നിയമങ്ങളാണ് 1986 നിയമം, 2019 നിയമം. ഈ 2 നിയമങ്ങൾ എന്താണ്? ഉപഭോക്താക്കളെ തെറ്റായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നതിൽ നിന്നുള്ള സംരക്ഷണം നൽകുന്ന നിയമങ്ങളാണ്. ഓക്കെ, ഇനി ഉപഭോക്താക്കളുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ? അതായത് ഇവർ മേടിക്കുന്ന, അതായത് പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ ബില്ലുകൾ, ഗ്യാരണ്ടി കാർഡുകൾ വാങ്ങിക്കാനായിട്ട് നോക്കുക, തെറ്റായിട്ടുള്ള സേവനങ്ങൾ മനസ്സിലാക്കുക, പരാതി പറയാനുള്ള ധൈര്യം കാണിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഉപഭോക്താക്കളുടെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഓക്കെ, ഇനിയുള്ള ചാപ്റ്ററാണ് ചാപ്റ്റർ 18 ഉപഭോക്തൃ സംരക്ഷണം. നമുക്കറിയാം, അത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഉപഭോക്തൃ സംരക്ഷണം എന്നുള്ളത്. ഉപഭോക്തൃ ഫോറം എന്താണെന്ന് വെച്ചാൽ ഈ ഉപഭോക്താക്കളുടെ പരാതികൾ കൊടുക്കുന്നത് മായി ബന്ധപ്പെട്ട ഒരു ഏരിയ ആണ്. ഇതിൽ നമുക്ക് ഒരു 20 ലക്ഷം രൂപയിൽ താഴെ വരെയുള്ള ഒരു പരാതിയാണെങ്കിൽ നമുക്ക് ജില്ലാ ഉപഭോക്തൃ ഫോറത്തിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാം. എന്നാൽ 1 കോടി രൂപ വരെയുള്ളതാണെങ്കിൽ നമുക്ക് സംസ്ഥാന തലത്തിൽ പോവാം. അതേപോലെ തന്നെ 1 കോടി രൂപയിൽ മുകളിലുള്ളതാണെങ്കിൽ നമുക്ക് ദേശീയ തലത്തിൽ പോയിട്ട് പരാതികൾ കൊടുക്കാം. അതും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഉള്ളത് 19ാമത്തെ ചാപ്റ്ററാണ്. ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള സ്വയം തൊഴിലും കൂലിവേലയും തമ്മിലുള്ള ഡിഫറൻസ്. പ്രധാനമായിട്ട് ഞാൻ കണ്ടുവന്ന ചോദ്യമാണ്. സ്വയം തൊഴിലെന്ന് വെച്ചാൽ എന്താണ്? സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നതിന് നമ്മൾ സ്വയം തൊഴിൽ എന്ന് പറയും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ സോൾ പ്രൊപ്പറേഷൻഷിപ്പ്. എന്നാൽ കൂലിവേലയെന്ന് വെച്ചാൽ എന്താണ്? മറ്റുള്ളവരുടെ കീഴിൽ നമ്മൾ ജോലി ചെയ്യുന്നു. സ്വയം തൊഴിൽ നമുക്ക് ലാഭമായിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്നാൽ കൂലിവേലയെന്ന് വെച്ചാൽ നമുക്ക് നിശ്ചിതമായിട്ടുള്ളൊരു പ്രതിഫലം കിട്ടും. സ്വയം തൊഴിലെന്ന് വെച്ചാൽ എന്താണ്? ആരംഭിക്കാൻ നല്ല രീതിയിൽ ചിലവ് ആവശ്യമാണ്. എന്നാൽ കൂലിവേലയ്ക്ക് അങ്ങനെ വരത്തില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ സ്വയം തൊഴിൽ കച്ചവടക്കാർ വരും, കൂലിവേലയിൽ കൂലി തൊഴിലാളികളൊക്കെ വരും. ഇതൊക്കെയാണ് ഇവർ തമ്മിലെ മെയിനായിട്ടുള്ള ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്റർ 20 പോകാം. ചാപ്റ്റർ 20 വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. വ്യാപാര സംരംഭകത്വം എന്നാൽ എന്ത്? അതായത് സ്വയം തൊഴിൽ ചെയ്ത് വിജയകരമായി പൂർത്തിയാക്കുന്ന ആളുകളെ നമ്മൾ വ്യാപാരികൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? സ്വന്തമായിട്ടുള്ള തൊഴിലിലൂടെ നിരവധി ആളുകൾക്ക് ജോലി ഉറപ്പാക്കുന്നു, സ്വയമായിട്ട് വരുമാനം കണ്ടെത്തുന്നു, സാമ്പത്തികമായിട്ട് വളർച്ച കാര്യങ്ങളെല്ലാം ഉണ്ടാവാനായിട്ട് സഹായകരമാകുന്ന ഒന്നാണ് ഈ സ്വയം തൊഴിലെന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മത്തിൻ്റെ അകത്തും വരുന്നത്. ഇത്രയാണ് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള മെയിനായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടും വരുന്നത്.
അപ്പം ഈ 1 തൊട്ട് നമ്മൾ 20 വരെയുള്ള ചാപ്റ്റർ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇത് ലാസ്റ്റ് വരെ കണ്ട ആളുകൾ ജസ്റ്റ് ഞങ്ങൾ ലാസ്റ്റ് വരെ കണ്ടു മിസ് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ഇതായിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. എന്തെങ്കിലും നോട്ട് വേണോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു എന്താ ചാനലിൻ്റെ ബയോയിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് കിട്ടും. അതുവഴി നിങ്ങൾക്ക് എൻ്റെ അടുത്ത് സംസാരിക്കാം. എന്തെങ്കിലും ക്ലാസ്സോ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ഏതെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാപ്റ്റേഴ്സിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. അപ്പം നിങ്ങളെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് പോയി എക്സാം എഴുതി നല്ല മാർക്കോടെ പാസ്സായിട്ട് വീണ്ടും പഠിക്കുക. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ബേസിക്കായിട്ട് നിങ്ങളടുത്ത് പറയാനായിട്ടുള്ളത്. അപ്പം ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ. ഓക്കെ.